കഴിഞ്ഞ ദിവസം കേരളത്തിലെ കുറച്ച് പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങി. വീട്ടിൽ വഴക്കുണ്ടാക്കിയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമല്ല, കൊറിയയ്ക്ക് പോകാനായിരുന്നു ഇവരുടെ പ്ലാൻ. എന്തിനാ കൊറിയയ്ക്ക് പോകുന്നതെന്നല്ലേ? ജോലിക്കോ പഠിക്കാനോ ഒന്നുമല്ല, പിന്നെയോ അത് BTSനെ കാണാനാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ ആരാധകരുള്ള 7 പേരുടെ സംഘമാണ് കൊറിയൻ പോപ്പ് ബാൻഡായ BTS. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിക് ബാൻഡാണ് ബങ്താൻ സോനിയന്തൻ. ഇന്ന് കേരളത്തിൽ മുകളിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അത് വീഴുന്നത് ഏതെങ്കിലും ഒരു BTS ആരാധകന്റെ തലയിലാണ്. അത്രയ്ക്കാണ് ഇന്ന് BTS ആർമി കേരള ഘടകത്തിന്റെ ശക്തി. ഈ 7 ചെറുപ്പക്കാർ ലോകത്തിന്റെ ഹൃദയം കീഴടക്കിയത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു. കിം നംജൂൺ, കിം സക്ജീൻ, മിൻയുങ്കി, ജാങ് ഹോസക്, പാർക്ക് ജിമിൻ, കിം തെയ്യോ, ജിയോൺ ജംഗുക് എന്ന ചെറുപ്പക്കാരാണ് ലോകത്തിന്റെ പ്രിയപ്പെട്ട BTS ടീം. ഇവർ സംഗീതം കൊണ്ട് മായാലോകം സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 9 വർഷം കഴിഞ്ഞു. ഇവരുടെ ആൽബങ്ങളും പാട്ടുകളും കോടിക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയാണ്. കൂടെ വന്നവർ പലരും സൈഡ് സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ BTS തങ്ങളുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. 2010-11 7 പേരടങ്ങുന്ന സംഘം രൂപം കൊള്ളുന്നത്. ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റിന്റെ കീഴിൽ ഓഡീഷനിൽ കൂടിയായിരുന്നു ഇത്തരത്തിലൊരു ടീമിന് രൂപം കൊടുക്കുന്നത്. 2012 ഓഡീഷൻ പ്രോസസ്സുകൾ പൂർത്തിയാക്കി 2013 BTS ആദ്യമായി പ്രേക്ഷകർക്ക് മുൻപിലെത്തി. Too Cool for School ആൽബവുമായിട്ടായിരുന്നു BTSന്റെ എൻട്രി. No More Dream എന്ന ഗാനമായിരുന്നു ആദ്യത്തേത്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും പോപ്പുലറായി മാറി എന്ന് പറയുമ്പോൾ തന്നെ അതിലേക്ക് എത്തിപ്പെടാൻ എടുത്ത പ്രതിസന്ധികൾ അത്ര ചെറുതല്ലായിരുന്നു എന്ന് ഊഹിക്കാമല്ലോ. കൊറിയൻ യുവാക്കൾ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള BTSന്റെ ആദ്യ ആൽബം ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, ഈ ബാൻഡ് അധികകാലം മുൻപോട്ട് പോവില്ലെന്ന് വിധി എഴുതുകയും ചെയ്തു. എന്നാൽ 2015 BTSന്റെ കരിയറിൽ വൻ വഴിത്തിരിവുണ്ടാകുന്നത്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇൻ ലൈഫ് പാർട്ട് 1 ആൽബത്തിലെ ഐ നീഡ് യു എന്ന ഗാനം യുവാക്കളുടെ ഹരമായി മാറി. പിന്നീട് BTSന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിക്കൊണ്ട് BTS കുതിച്ചു. 2016 ഇറങ്ങിയ വിങ്സിലെ ബ്ലഡ്, സ്വെറ്റ് ആൻഡ് ടീയേഴ്സ് എന്ന BTSന്റെ ഗാനം കുതിപ്പിന് മറ്റൊരു കാരണം കൂടിയായിരുന്നു. 2017 ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് വേണ്ടി സംഘത്തിന്റെ പേര് ബിയോണ്ട് ദ സീൻ എന്നാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ എന്തൊക്കെ പേര് മാറ്റിയാലും ലോകത്തിന് മുമ്പിൽ ഇപ്പോൾ BTS എന്നത് മാത്രമാണ് ആരാധകർ. 2018 സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുന്നിൽ സംസാരിക്കുന്ന ആദ്യത്തെ K-pop ഗ്രൂപ്പായി BTS മാറി. യുണിസെഫിന്റെ പങ്കാളിത്തത്തോടെ ആഗോള വിദ്യാഭ്യാസവും യുവാക്കളുടെ തൊഴിൽ പരിശീലനവും പ്രാപ്തരാക്കുന്ന ലവ് മൈസെൽഫ് എന്ന ക്യാമ്പയിനും BTS ആരംഭിച്ചു. ആദ്യമായി സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ച് കൊറിയോഗ്രാഫി ചെയ്തതും BTS ആണ്. പ്രതീക്ഷകളായിരുന്നു BTSന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷകർക്കായി കരുതി വെച്ചത്. നിരാശകൾ അകറ്റുന്ന സാന്ത്വനിപ്പിക്കുന്ന വരികൾ മലയാളികൾ പോലും ഏറ്റെടുത്തു. കൊറിയൻ ഭാഷയിൽ നിന്നുള്ള തർജ്ജമകൾ തേടിപ്പിടിച്ച് കണ്ടെത്തി വരികളിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി കേൾക്കാൻ തുടങ്ങി. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട, നിരാശപ്പെടുന്ന യുവജനങ്ങളുടെ മനസ്സിലേക്കാണ് പ്രതീക്ഷയേകുന്ന വരികളായി BTS എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോവിഡ് കാലത്ത് BTS പുറത്തിറക്കിയ ഡൈനമൈറ്റ് എന്ന ഗാനം 24 മണിക്കൂറിനുള്ളിൽ 100 മില്യണിലേറെ പേര് കണ്ടത്. മാനസികമായി ഏറെ സംതൃപ്തി നൽകുന്ന, മെന്റൽ ഹെൽത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള ഗാനങ്ങൾ ആയതുകൊണ്ടാണ് തന്നെ ഈ ഗായകർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തപ്പെട്ടു നിൽക്കുന്നത്. നിരാശയ്ക്കുള്ള പ്രതീക്ഷകളായി BTS മാറുന്നത് അങ്ങനെയാണ്. കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയയാണ് BTSന്റെ ശക്തി. ട്വിറ്ററിൽ BTS ഹാൻഡിലിന് 46.4 മില്യൺ ഫോളോവേഴ്സ്, BTS ഒഫീഷ്യൽ പേജിന് 39.8 മില്യൺ ഫോളോവേഴ്സ്, ഇൻസ്റ്റഗ്രാമിൽ 65.4 മില്യൺ ഫോളോവേഴ്സ്, യൂട്യൂബിൽ 68.3 മില്യൺ ഫോളോവേഴ്സ്. ഇതിനു പുറമെ BTS ആർമികൾ എന്ന പേരിൽ ആരാധക ഗ്രൂപ്പുകളും പേജുകളും വേറെയും. കൂടാതെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും BTS സജീവമായി. ഏറ്റവും കൂടുതൽ ട്വിറ്റർ എൻഗേജ്മെന്റ് ഉള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും BTS 2018 സ്വന്തമാക്കിയിരുന്നു. 2017 ആദ്യമായി ഒരു കൊറിയൻ ബാൻഡ് ബിൽബോർഡ് മ്യൂസിക് അവാർഡ് സ്വന്തമാക്കി. അത് BTS ആയിരുന്നു. ജസ്റ്റിൻ ബീബർ, സെലീന ഗോമസ് തുടങ്ങിയവരെ പിന്തള്ളിക്കൊണ്ടായിരുന്നു ഈ മുന്നേറ്റം. ലോക്ക്ഡൌൺ സമയത്താണ് BTSന് ഇത്രയധികം ആരാധകരും ആർമികളും കേരളത്തിൽ ഉണ്ടാകുന്നത്. സംഗീതം വെറും ഒരു ആസ്വാദനത്തിന് വേണ്ടി മാത്രമുള്ളതാക്കി തീർക്കാതെ സ്വന്തം കാഴ്ചപ്പാടുകളെ സമൂഹത്തിനും ലോകത്തിനും മുൻപിൽ എത്തിക്കും കൂടി ചെയ്യുന്നുണ്ട് BTS.